ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന കേട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പള്ളിയിലേക്ക് വന്നത്. ആ പ്രസ്താവന നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. There will be no Palestine state. ഇനി ഭൂപടത്തിൽ ഫലസ്തീൻ എന്ന ഒരു നാടില്ല, രാജ്യമില്ല എന്നതാണ് ആ പ്രസ്താവന. ഒരു വേള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനക്കപ്പുറത്ത് അവരുടെ ഈമാനുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണത്. ഞാൻ ആദ്യമായി ഓതിവെച്ച വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. നൂറ്റാണ്ട് 14 മുമ്പ് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ പറഞ്ഞു വിടുമ്പോൾ ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സീല് വെച്ച് കൊടുത്തു. ആ സീലാണ് ഖാത്തിമുൽ അംബിയ, പ്രവാചകത്വത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സീൽ. അതിൻ്റെ അടയാളം പ്രവാചകന്റെ ശരീരത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്തിമ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ വരുന്ന സർവ്വ മനുഷ്യർക്കുമുള്ള പ്രവാചകൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന സർവ്വ മനുഷ്യരുടെയും, അവർ അമേരിക്കക്കാരാണെങ്കിലും ചൈനക്കാരാണെങ്കിലും റഷ്യൻസ് ആണെങ്കിലും യൂറോപ്യൻസ് ആണെങ്കിലും ഏഷ്യൻസ് ആണെങ്കിലും ആഫ്രിക്കൻസ് ആണെങ്കിലും സർവ്വ മനുഷ്യർക്കുമുള്ള ലോകാന്ത്യം വരെയുള്ള പ്രവാചകനാണ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്ന് ഉറപ്പിച്ച് പറയുകയാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. വിശുദ്ധമായ തത്വപൂർണമായ ഈ പരിശുദ്ധമായ ഖുർആൻ തന്നെയും സത്യം, ഈ ഖുർആൻ തന്നെയും സാക്ഷ്യം വഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെ തന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് റബ്ബ് പറഞ്ഞു, ഓ മുഹമ്മദ് നബിയെ, താങ്കൾ മുർസലീങ്ങളിൽ പെട്ടയാളു തന്നെയാണ്. അറബി ഭാഷ അറിയുന്നവർക്ക് ആ പ്രയോഗത്തിന്റെ കടുപ്പം മനസ്സിലാകും. ഇന്നക ലമിനൽ മുർസലീൻ. തഅക്കീദിന്റെ, ശക്തിപ്പെടുത്തി പറയാനുള്ള എല്ലാ അടയാളങ്ങളും ഇട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ആ പ്രയോഗം തന്നെ. ഇന്നക ലമിനൽ മുർസലീൻ, താങ്കൾ മുർസലീങ്ങളിൽ പെട്ടയാളു തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിൽ ജനങ്ങളെ നയിക്കുന്ന പ്രവാചകൻ തന്നെയാണ്. ഇന്നത്തെ പ്രസ്താവന യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ സാക്ഷീകരണമാണ്. ലോകത്ത് ലോകാവസാനം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രോജ്വലിച്ച് നിൽക്കും. എപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനകൾ ഇനി ചർച്ചയായിക്കൊണ്ടിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു സെക്കൻഡോ ലോകത്തിന് കടന്നു പോവുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിന്റെ 29-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി പ്രവാചകനെ അഡ്രസ് ചെയ്ത് പറഞ്ഞ വാചകമുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ്. തുടങ്ങുന്നത് അങ്ങനെയാണ്. സൂറത്തുൽ ഫത്ഹിന്റെ 29-ാമത്തെ വചനം തുടങ്ങുന്നത് അങ്ങനെയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു വശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരിസ് സുജൂദ് ذلك مثلهم في التوراة
ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. ഇതൊക്കെ സമകാലിക സമൂഹത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ കണ്ടുകൊണ്ട് ഇത്തരം ലോകരാജാക്കന്മാരുടെ പ്രസ്താവനകളെ മുൻനിർത്തിക്കൊണ്ട് ഓതിപ്പടിക്കേണ്ട ആയത്താണിത്. കാരണം അനുദിനം പ്രസക്തമാണ് വിശുദ്ധ ഖുർആനിലെ വചനം. മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന മഅഹു, നബി മാത്രമല്ല, ചില മോഡേണിസ്റ്റുകൾ ലോകത്ത് കടന്നു വന്നു. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾ, നബിയെ തള്ളിയ ആളുകൾ. പിന്നെയും ചില മോഡേണിസ്റ്റുകൾ ലോകത്ത് കടന്നു വന്നു. നബിയെ സ്വീകരിച്ച് സ്വഹാബത്തിനെ തള്ളിയവർ, സ്വഹാബത്തിനെ മാറ്റി നിർത്തിയവർ, അവരെ അറുപഴഞ്ചന്മാരാക്കി മാറ്റിയവർ, സ്വഹാബത്തിന്റെ മൻഹജു സലഫിയെ തള്ളിയവർ. അവർക്കും അല്ല മറുപടി പറയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഉടൻ അതിനോട് അത്ഫ് ചെയ്ത് ചേർത്തല്ല പറയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വല്ലദീന മഅഹു. നബി ഒറ്റക്കല്ല, റസൂലുള്ള ഒറ്റക്കല്ല. വല്ലദീന മഅഹു, റസൂലുള്ളയോടൊപ്പമുള്ള സ്വഹാബത്ത്, പ്രവാചകനോടൊപ്പമുള്ളവർ. അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, അവർ കുഫാറുകളോട്, അവിശ്വാസികളോട്, അവിശ്വാസത്തോടൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അല്ലാതെ അതും പറ്റും ഇതും പറ്റും എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരല്ല. കുഫ്രിനോട് അവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ അവർ പരുക്കന്മാരാണോ? അല്ല. റുഹമാഉ ബൈനഹും, അവർ പരസ്പരം അങ്ങേറ്റം കരുണയുള്ളവരാണ്, ആർദ്രതയുള്ളവരാണ്. എന്നിട്ടുള്ള പറയാണ് തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിന്റെ ഫദ്ല് കൊതിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തി കൊതിച്ചുകൊണ്ട് അവർ റുക്കൂഇലും സുജൂദിലുമായി കഴിയുന്നത് നിനക്ക് കാണാം. അവർ റുക്കൂഇലും സുജൂദിലുമായി കഴിയുന്ന ഭക്തന്മാരാണ്. സിമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, അതിന്റെ അടയാളം അവരുടെ നെറ്റിത്തടങ്ങളിൽ കാണാൻ കഴിയും. സുജൂദിന്റെ അടയാളങ്ങൾ അവർക്ക് ഉണ്ടായിത്തീരും. എന്നിട്ട് അല്ലാഹു പറയാണ് ദാലിക മസലുഹും ഫിത് തൗറാഹ്, ഇത് തൗറാത്തിലെ ഉപമയാണ്. മുഹമ്മദ് നബിയെ കുറിച്ചും സഹാബത്തിനെ കുറിച്ചും തൗറാത്ത്, ജൂതന്മാരുടെ ഏടിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ തൗറാത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഉപമയാണിത് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നില്ല. ഇനി ഇൻജീലിലേക്ക് വന്നാലോ വമതലുഹും ഫിൽ ഇൻജീൽ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ലോകം കേട്ട ഇൻജീലിൽ പ്രവാചകനെ കുറിച്ചും പ്രവാചകന്റെ സ്വഹാബത്തിനെ കുറിച്ചും പറഞ്ഞത് കസറഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഖലദ ഫസ്തവ അലാ സൂഖിഹി യുഅ്ജിബു الزുറാഅ ലിയഗീള ബിഹിമുൽ കുഫാർ. ഒരു ചെടി, വലുതൊന്നുമല്ല, ഒരു ചെറിയ വിത്തിൽ നിന്ന് പുറത്തേക്ക് നാം വിട്ട ഒരു ചെടി, അതിങ്ങനെ വളർന്നു, വലുതായി, പടർന്നു, പന്തലിച്ചു, ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന ഒരു വടവൃക്ഷമായി ഇത് മാറി. ആരുടെയും ആശ്രയമില്ലാതെ, ഏത് കൊടുങ്കാറ്റ് വന്നാലും തകരാതെ, മറിഞ്ഞു വീഴാതെ, സ്വന്തം കാലിൽ ആഴത്തിലേക്ക് വേരൂന്നിയിട്ട് അതെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വടവൃക്ഷം പോലെ, അതിനെ കൃഷി ചെയ്ത കർഷകന് പോലും അത്ഭുതം തോന്നുമാറ് മനോഹരമായൊരു വടവൃക്ഷം അങ്ങനെ പടർന്നു പന്തലിക്കുന്നു. നബിയെക്കുറിച്ചും സഹാബത്തിനെ കുറിച്ചും ഇൻജീലിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന് നൽകിയ ഉമ്മ അതാണ് എന്ന് ഖുർആൻ പറഞ്ഞു ലിയഗീള ബിഹിമുൽ കുഫാർ. ഈ വളർച്ചയും ഈ പടർച്ചയും ഈ ഉന്നതിയും ഈ ഔന്നിത്യവുമൊക്കെ കുഫാറുകളായ ആളുകൾക്ക് കോപമുണ്ടാക്കിക്കൊണ്ടിരിക്കും, അവർക്ക് ദേഷ്യമുണ്ടാകും. സഹാബത്തിനെ തെറിവിളിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ, സഹാബത്തിനെ കുറ്റം പറയുന്നവർ, അവർക്ക് കുഫ്രിന്റെ അടയാളമുണ്ട് എന്നതിന് മാലിക് ഇമാം ഓതിയ ആയത്താണിത്. ലിയഗീള ബിഹിമുൽ കുഫാർ. നബിയും സഹാബികളും എപ്പോഴും കാഫറുകൾക്ക് ദേഷ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കും, അവർക്ക് വല്ലാത്തൊരു വിരോധമായിരിക്കും, ദേഷ്യമായിരിക്കും. ആ ഒരു കോപം അവരിൽ എപ്പോഴും പ്രകടമായിക്കൊണ്ടിരിക്കും. ഖുർആൻ പറയാണ്, മനസ്സിലാക്കണം, ഈ വിശുദ്ധ ഖുർആനിലെ വചനം, ആ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ലോകത്തോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇൻജീലിൽ
മുഹമ്മദ് നബിയുടെയും സഹാബത്തിന്റെയും വിശേഷണം പറഞ്ഞ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഈസാ നബിയെ കുറിച്ച് ഖുർആൻ ഒരു കാര്യം കൂടി സൂറത്തു സുഹ്റൂഫിൽ പറഞ്ഞു. എന്താണത്? ഇന്നഹു ലഇൽമുൽ ലിസ്സാഅ ഔ ഇന്നഹു ലഅലമുൽ ലിസ്സാഅ. രണ്ട് നിലക്കും അവിടെ ഖിറാഅത്തുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ഓതിക്കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. മഹാനായ ഈസാ അലൈഹിസ്സലാം ലോകാവസാനത്തിന്റെ അടയാളമാണ്, ലോകാവസാനത്തിന്റെ അറിയിപ്പാണ്. സൂറത്തു സുഹ്റൂഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രം? ഖുർആൻ എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നഹും മയ്യിത്തുൻ ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾ മരിക്കുന്നതാണ്. മയ്യിത്തുൻ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് മരണമുണ്ട്. താങ്കൾ മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും മരണപ്പെട്ടവരാണ്. അതിലൊരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തപ്പെട്ടയാളാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. സ്വാഭാവികമായും എന്തുകൊണ്ടായിരിക്കും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രം ഇനി രണ്ടാമത് വരാൻ മാറി നിൽക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അതിന് ഉലമാ പല നിലക്കും മറുപടി പറയുന്നുണ്ട്. ആ മറുപടിയിൽ രണ്ടാമതായി ഉലമാ പറഞ്ഞൊരു വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും, അന്ന ഈസാ വജദ ഫിൽ ഇൻജീലി ഫദ്ല ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഈസാ അലൈഹിസ്സലാം ഇൻജീലിലൂടെ മുഹമ്മദ് നബിയുടെ അനുയായികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രവാചകന്റെ ഉമ്മത്തിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, ആ ഉമ്മത്തിന്റെ ഫദ്ല് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മനസ്സിലാക്കിയപ്പോൾ, കമാ ഫീ ഖൗലിഹി തആല വമസലുഹും ഫിൽ ഇൻജീലി കസറഇൻ അഖറജ ശതഅഹു ഫഅസറഹു ഫസ്തഗ്ലദ ഫസ്തവ അലാ സൂഖിഹി യംന. ആ വാചകത്തിൽ പറഞ്ഞ രൂപത്തിൽ ഇൻജീലിൽ വിശേഷിപ്പിക്കപ്പെട്ട വിവരിക്കപ്പെട്ട പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുയായികളുടെ ഫദ്ലുകൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഫദഅല്ലാഹ അയ്യജഅലഹു മിൻഹും. ഈസാ നബി അല്ലാഹുവോട് ദുആ ചെയ്തു അത്രേ, അല്ലാഹുവേ, എനിക്കും ഉമ്മത്ത് മുഹമ്മദിൽ അംഗത്വം വേണം, എനിക്കും ഉമ്മത്ത് മുഹമ്മദിൽ ഒരാളായി മാറണം, മുഹമ്മദിന്റെ ഉമ്മത്തിൽ ഒരാളായി എനിക്ക് മാറണം എന്ന് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഫസ്തജാബല്ലാഹു ദുആഅഹു, അദ്ദേഹത്തിന്റെ ദുആഇന് അല്ലാഹു ഉത്തരം കൊടുത്തു എന്ന് അതിനെ വിശദീകരിച്ച ഉലമാഇനെ കാണാൻ സാധിക്കും. ലോകത്ത് ചിലപ്പോൾ അസംഭവ്യം എന്ന് പറഞ്ഞു തള്ളാൻ കഴിയുന്ന കാര്യം, ആ അസംഭവ്യം എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ച് തള്ളാൻ കഴിയുന്ന ഒരു കാര്യം, ആ കാര്യത്തെ ഇന്ന് ലോകം ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, നേരെ മറിച്ച് നമുക്കറിയാം, ഇന്ന് ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരു നൊമ്പരമാണ്. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ മതഭീകരതക്കുള്ള തെളിവാണ്. ഈ ലോകത്ത് ഏറ്റവും വലിയ മതഭീകരത അത് അടിച്ചേൽപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികൾ എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. അമേരിക്ക എന്ന വൻരാഷ്ട്രവും ഇസ്രയേൽ എന്ന് പറയുന്ന വൻരാഷ്ട്രവും, നമുക്കറിയാം ഫലസ്തീൻ എന്ന് പറയുന്ന മുബാറക്കായ പരിശുദ്ധമായ ആ മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ നരനായാട്ട് നടത്താനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. അമേരിക്കക്ക് ആ ഉത്തരമുണ്ട്, ഇസ്രയേലിന് ആ ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്, അവർ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ഏതൊരാളും അവരുടെ കയ്യിലുള്ള ഡിവൈസ് എടുത്ത് അതിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിന്റെ പേര് ജൂസ് വിർച്വൽ ലൈബ്രറി എന്നാണ്. ജൂസ് വിർച്വൽ ലൈബ്രറി. ആ സൈറ്റ് നടത്തുന്നത് അമേരിക്കയും ഇസ്രയേലും രണ്ടാളുകളും ചേർന്നുകൊണ്ടാണ്. ആ ജൂസ് വിർച്വൽ ലൈബ്രറിയിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. Christian Zionism can be defined a Christian support for the Zionist cause, the return of the Jewish people to its biblical homeland in Israel. It is a belief among some Christians that the return of Jews to Israel is in line with a biblical prophecy and is necessary for Jesus to return to earth as its king. എന്തിനാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുകയും
1800 വരെ ലോകത്തുണ്ടായിരുന്ന സർവ ക്രൈസ്തവ രാജ്യങ്ങളും നിഷ്ഠൂരമായി കൊന്നുതള്ളുകയും ചെയ്ത സമൂഹമാണ് ജൂത സമൂഹം. 1800 വരെ ലോകത്ത് ഒരൊറ്റ ക്രൈസ്ത്യാനി പോലും ഒരു ജൂതനെ അംഗീകരിക്കുമായിരുന്നില്ല. ഒരു ക്രൈസ്തവ രാജ്യം പോലും ജൂതനെ അംഗീകരിക്കുമായിരുന്നില്ല. നേരെ മറിച്ച് 1800 വരെ ലോകത്തിന്റെ കോണുകളിൽ ഒരു ജൂതനെ കണ്ടാൽ നിഷ്ഠൂരമായി ആക്രമിക്കുമായിരുന്നു, കൊന്നുതള്ളുമായിരുന്നു, വംശഹത്യ നടത്തുമായിരുന്നു ക്രൈസ്തവരായ ആളുകൾ ജൂതരെ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ലോകത്ത് യേശുവിനെ കൊന്നത് ഞങ്ങളാണ് എന്ന് വാദിക്കുന്ന ഒരു വർഗമുണ്ടെങ്കിൽ അത് യഹൂദികളാണ്. ഇന്നാ ഖത്തൽനാ ഈസ ബിന മറിയം, മറിയമിന്റെ പുത്രൻ ഈസയെ, യേശുവിനെ കൊന്നത് ഞങ്ങളാണെന്ന് പറഞ്ഞവരാണ് യഹൂദികൾ. അഥവാ ദൈവപുത്രനായി കടന്നു വന്നു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്ന യേശുവിനെ കുരിശിലേറ്റിയവരാണ് ഞങ്ങൾ എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞവരാണ് യഥാർത്ഥത്തിൽ യഹൂദികളായ ആളുകൾ. അവർക്ക് മറുപടി പറയാൻ ഖുർആൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഖുർആൻ പറഞ്ഞു, മാ ഖതലുഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, ഒരാളും ഈസാ നബിയെ കൊന്നിട്ടില്ലടോ, കുരിശിലേറ്റിയിട്ടില്ലടോ എന്ന് വിശുദ്ധ ഖുർആൻ മാത്രമാണ് ആ വിഷയത്തിൽ മറുപടി പറഞ്ഞത്. എന്നാൽ ജൂതന്മാര് പറഞ്ഞു, ഞങ്ങളാണ് യേശുവിനെ കൊന്നത്. മാത്രമല്ല, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയായ മറിയത്തെക്കുറിച്ച്, മേരിയെക്കുറിച്ച് ജൂതന്മാര് പറഞ്ഞത് അവർ വ്യഭിചാരിണിയാണ് എന്നാണ്. യേശുവിനെ പറ്റി അവർ പറഞ്ഞത് വ്യഭിചാര പുത്രനാണെന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു. അതിന് എന്താ പറഞ്ഞത്? വമറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ, ഒരിക്കലും മേരി മറിയം, അവൾ ആ മഹദി ഒരിക്കലും വ്യഭിചാരിണിയല്ല, അവൾ ചാരിത്രവതിയാണ്, പരിശുദ്ധയാണ്, ലോകത്തുള്ള സർവ്വവിശ്വാസികൾക്കും മാതൃകയാണ് എന്ന് മറുപടി പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, 1800 വരെ ജൂതനെ കണ്ടാൽ ഒരു ക്രിസ്ത്യാനിക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ട്? യേശുവിനെ കൊന്നൊരാളെ അംഗീകരിക്കാൻ ആ യേശുവിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആൾക്കാർ കഴിയുക? ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാ സാധിക്കുക? അതുപോലെ തന്നെ യേശുവിന്റെ മാതാവിനെ വേശ്യ എന്ന് വിളിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു യേശുവിന്റെ അനുയായിക്ക് അംഗീകരിക്കാൻ കഴിയുക? പക്ഷേ 1800 കഴിഞ്ഞപ്പോൾ ചരിത്രം മാറി. 1800 കഴിഞ്ഞപ്പോൾ ചരിത്രം മാറി. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, വളരെ ഡീപ്പ് സ്റ്റഡി നടത്തേണ്ട ഒരു വിഷയമാണ്. 1800 മുതൽ എങ്ങനെയാണ് ചരിത്രം മാറിയത് എന്ന്. കൊയാലിഷൻ ഉണ്ടായി. കൊയാലിഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ക്രൈസ്തവരും യഹൂദികളും തമ്മിൽ കൊയാലിഷൻ ഉണ്ടായി. അവർ കൈകോർത്തു. 1800 വരെ ശത്രുവായി കണ്ടിരുന്ന, ലോകത്ത് വംശഹത്യ നടത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു സമൂഹം, ആ സമൂഹത്തെ ഇതാ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഈ ഹോംലാൻഡിലേക്ക് അഥവാ ഫലസ്തീനിലേക്ക് വന്ന് അവിടെ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു വലിയ രാജ്യം കെട്ടിപ്പടുത്ത് പഴയകാല ബൈബിളിലടക്കം ഭൂമിയുടെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഭൂപടം രേഖപ്പെടുത്തുമ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യമായി രേഖപ്പെടുത്തിയിരുന്ന, ബൈബിളിൽ പോലും രേഖപ്പെടുത്തിയിരുന്ന ഒരു ഭൂപ്രദേശത്തെ നോക്കിയിട്ട് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മളൊക്കെ കേൾക്കുന്ന രൂപത്തിൽ ഉറക്കെ പറയുകയാണ്. എന്താ പറയുന്നത്? അങ്ങനെ ഒരു രാജ്യമില്ല, there will be no Palestine state എന്ന് പറഞ്ഞാൽ ഇനി ഫലസ്തീൻ സ്റ്റേറ്റ് ഇല്ല, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിലില്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് ഗൂഗിൾ മാപ്പിൽ നിന്ന് എടുത്തു കളഞ്ഞു. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഫലസ്തീൻ നോക്കൂ, കാണില്ല. ഗൂഗിൾ മാപ്പിൽ ഫലസ്തീനില്ല. അതിന്നല്ല, നേരെ മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗൂഗിൾ മാപ്പിൽ നിന്ന് ഫലസ്തീൻ എടുത്തു കളഞ്ഞു. ഇനി ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും മനസ്സിൽ നിന്ന് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ എടുത്തു കളയാനുള്ള വളരെയധികം വലിയ തന്ത്രപരമായ ഇടപെടലുകൾ, പൊളിറ്റിക്കൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എന്തിനാണ് ഈ ഇടപെടൽ നടത്തുന്നത്? എന്തിനാണ് പാവപ്പെട്ട 10,000-കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയത്? ഈ 6-7 മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും 1-2 കൊല്ലങ്ങളായിട്ട് ആ ഫലസ്തീന്റെ മണ്ണിൽ ജീവിക്കുവാൻ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത, ഒരു നേരം ഭക്ഷണം പോലും ഇല്ലാതെ, നമ്മളെല്ലാവരും ആ 3 നേരം ഭക്ഷണത്തിന് പകരം 5 നേരം മൃഷ്ടാന്തം ഭക്ഷണം കഴിക്കുന്നവരാ നമ്മൾ. ആ ഭക്ഷണം കഴിക്കുമ്പോഴും ഫലസ്തീനിലെ മക്കൾ, 8ഉം പൊട്ടും തിരിയാത്ത മക്കൾ, 3, 4, 5 വയസ്സ് പ്രായമുള്ള മക്കൾ, മുലകുടി പ്രായം മാറാത്ത മക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം കഴിക്കാൻ ആഹാരമില്ലാതെ മണ്ണ് കപ്പിക്കിടന്ന് മണ്ണ് വാരി വായിലിട്ടിട്ട് തൽക്കാലം അതുകൊണ്ട് വിശപ്പടക്കാൻ ശ്രമിക്കുന്ന മക്കളെ കാണുമ്പോൾ ലോകത്തെ ഉന്നത കുലജാതന്മാരോ അതല്ലെങ്കിൽ വലിയ വലിയ സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടിയ ആളുകളോ അതല്ലെങ്കിൽ വലിയ UN ഐക്യരാഷ്ട്രസഭകളോ ഒന്നും തന്നെ ഇടപെടാതെ ആ പാവപ്പെട്ട മക്കളെ മാസങ്ങളോളം പട്ടിണിക്കിട്ട് അവസാനം അവരുടെ മുന്നിലേക്ക് എച്ചില് പോലെ കൊണ്ടുപോയി ഒരു പിടി ഭക്ഷണം
കൊടുക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് ഇതാ മാസങ്ങൾക്ക് ശേഷമോ ദിവസങ്ങൾക്ക് ശേഷമോ കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ പോലും മയക്കുമരുന്നുകളും മാരക വിഷങ്ങളും ചേർത്തിട്ട് അവരെ ഊട്ടുന്നൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇത്രയും വലിയ ലോകം കണ്ട നരനായാട്ട് ഫലസ്തീന്റെ മണ്ണിൽ നടത്തുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അതിനവർ പറയുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വേറൊന്നുമല്ല, അത് നെസസറി ഫോർ ജീസസ് ടു റിട്ടേൺ ടു എർത്ത് ആസ് ഇറ്റ്സ് കിങ്. രാജാവായ യേശു മടങ്ങി വരാൻ വേണ്ടി എന്ന്, രാജാവായ യേശു മടങ്ങി വരാൻ വേണ്ടി എന്ന്. ഇത് ആധുനികമാണോ? യേശു മടങ്ങി വരുമോ? യേശു തിരിച്ചു വരുമോ? അതേ, ലോകത്ത് ക്രൈസ്തവരും ജൂതന്മാരും പറഞ്ഞ് യേശു മടങ്ങി വരും, രാജാവായി മടങ്ങി വരും. അതിനുവേണ്ടി അവർ പുതിയ തത്വങ്ങളും അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ചിന്താ പ്രസ്ഥാനങ്ങളും ഒക്കെ അവരുണ്ടാക്കി. അതിനുവേണ്ടിയുള്ള ബൈബിൾ തിരിമറികൾ അവർ നടത്തി. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കടന്നു പോകുന്നില്ല. ഡിസ്പെൻസേഷനലിസം എന്ന് പറയുന്ന ലോകത്തെ തന്നെയും 7 ഘട്ടങ്ങളായി വേർതിരിച്ച് ഒന്നാമത്തെ ഘട്ടം ഇന്നസെൻസിന്റെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള ആ കാലഘട്ടം, ഇന്നസെൻസിന്റെ കാലഘട്ടം. അത് കഴിഞ്ഞാലോ കോൺഷ്യൻസിന്റെ കാലഘട്ടം, അഥവാ ആദം നബി സ്വർഗത്തിൽ താമസിച്ച കാലഘട്ടമാണ് ഇന്നസെൻസിന്റെ കാലഘട്ടം. ആദം നബി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമുള്ള കോൺഷ്യൻസിന്റെ കാലഘട്ടം. അത് കഴിഞ്ഞാലോ ഹ്യൂമൻ ഗവൺമെന്റിന്റെ കാലഘട്ടം, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രളയമുണ്ടായ കാലഘട്ടം. അത് കഴിഞ്ഞാൽ 4ാമത്തെ കാലഘട്ടം പ്രോമിസ് എന്ന് പറയുന്ന, അത് അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം. 5ാമത്തെ കാലഘട്ടം ലോ എന്ന് പറയുന്ന പഴയ നിയമം, അഥവാ മോസസിന്റെ കാലഘട്ടം. ആ കാലഘട്ടം കഴിഞ്ഞാൽ 6ാമത്തെ കാലഘട്ടം ഗ്രേസ്, അഥവാ യേശു വന്ന ആ കാലഘട്ടം. ആ കാലഘട്ടം കഴിഞ്ഞ് യേശു കുരിശിലേറിപ്പോയതിനു ശേഷം ഇനി 7ാമതായി ലോകത്ത് നടക്കാനുള്ള കാലഘട്ടം, അത് കിങ്ഡം ഏജ് ആണ്. ആ കിങ്ഡം ഏജ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ജീസസ് ടു എർത്ത്, ഭൂമിയിലേക്ക് ഈ യേശു മടങ്ങി വന്നു കഴിഞ്ഞാൽ 1000 കൊല്ലം യേശു ഇവിടെ രാജാവായി വാഴും. അങ്ങനെ യേശു രാജാവായി വാഴണമെങ്കിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന സർവ്വജൂതന്മാരും അവർ ഫലസ്തീനിന്റെ മണ്ണിലെത്തണം, അവർ ജെറുസലേമിലെത്തണം. ഫലസ്തീനിൽ അവരൊരു രാജാക്കന്മാരായി അവർ വാഴണം. ഫലസ്തീൻ എന്ന മണ്ണിൽ അല്ലെങ്കിൽ ബത്ലഹേമിൽ അതടങ്ങുന്ന ആ ഭൂപ്രദേശത്ത് ജൂതന്മാർ വന്ന് രാജ്യം സ്ഥാപിച്ചാലേ യേശു മടങ്ങി വരൂ. അത് ബിബ്ലിക്കൽ പ്രൊഫസിയാണ്, ബൈബിളിന്റെ പ്രവചനമാണ്. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും 2 ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാക്കി ആ മണ്ണിലേക്ക്, ഫലസ്തീൻ എന്ന മണ്ണിലേക്ക് ഈ ജൂതന്മാരെ കുടിയേറ്റിക്കൊണ്ട് ഈ രൂപത്തിൽ വിപ്ലവകരമായ പ്രവർത്തനം നടത്തുന്നു എന്ന് വാദിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിജയം കണ്ടു എന്ന രൂപത്തിലാണ് ഇന്ന് ആ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നത്, ഫലസ്തീൻ ഞങ്ങൾ തുടച്ചു നീക്കി, ഇനി ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. പ്രവാചകനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്. എന്തേ റസൂൽ പറഞ്ഞത്? ഇന്നി ഇൻദല്ലാഹി മക്തൂമുൻ ബിഖാത്തമിൻ നബിയ്യിൻ. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ അന്തിമ റസൂലാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടതാണ്. മാത്രമല്ല ഇന്ന ആദം അലൈഹിസ്സലാം ലമുൻജദിലുൻ ഫീ തീനതിഹി വസഉഖ്ബിറുകും ബിഅവ്വലി ദാലിക ദഅവതു അബി ഇബ്രാഹീം വബിശാറത്തു അഖി ഈസാ. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മണ്ണിൽ കുഴച്ചെടുക്കുന്ന ആ രൂപത്തിൽ ആ കാലഘട്ടത്തിൽ തന്നെയും അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന വിവരം അതിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഖാത്തമുൻ നബിയാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടതാണ്. മാത്രമല്ല അബ്രഹാം പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലമാണു ഞാൻ. അതെ, എൻ്റെ ഉപ്പ ഇബ്രാഹിമിൻ്റെ ദുആയുടെ പ്രാർത്ഥനയുടെ ഫലമാണു ഞാൻ. വബിശാറത്തു അഖി ഈസാ, എൻ്റെ സഹോദരൻ ഈസയുടെ സന്തോഷ വാർത്തയാണു ഞാൻ. ഈസാ നബിയുടെ സന്തോഷ വാർത്തയാണ് ഞാൻ. വറുഇയ ഉമ്മില്ലതി റഅത്നി വദഅത്നി അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅത് ലഹാ മിൻഹു ഖുസൂറുശ്ശാം. എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കുമ്പോൾ അങ്ങകലെ ശാമിൻ്റെ കൊട്ടാരങ്ങൾക്ക് മീതെയായി എൻ്റെ ഉമ്മ ഒരു പ്രകാശത്തെ കണ്ടു. മക്കയിലാണ് റസൂൽ ജനിച്ചത്. പ്രകാശം കണ്ടത് ഫലസ്തീനിലാണ്, ഷാമിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്താണ് പ്രസവിക്കപ്പെട്ടത്.
എന്നാൽ അതേ ഷാമിന്റെ മുകളിലാണ്, ഫലസ്തീനിന്റെ മുകളിലാണ് പ്രകാശം കണ്ടത്. ആ പ്രവാചകൻ റിസാലത്തിലേക്ക് വന്നപ്പോ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ കൊണ്ടുപോകുന്നത് മക്കത്ത് നിന്ന് അമേരിക്കയിലേക്കല്ല, യൂറോപ്പിലേക്കല്ല, നേരെ മറിച്ച് ഷാമിലേക്കാണ്, ഫലസ്തീനിലേക്കാണ്. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ. അല്ലാഹുവേ ഞങ്ങളുടെ ഷാമിന് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഷാം ഒരിക്കലും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, ലബനാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, സിറിയ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അതുപോലെ തന്നെ അതിന് പരിസരത്തുള്ള ജോർദാനോ ഫലസ്തീനോ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഈ നാട് മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക്നാ ഫീ ഷാമിനാ, ഫലസ്തീനും ലബനാനും അതുപോലെ തന്നെ ജോർദാനും ഒക്കെ അടങ്ങുന്ന ഷാം എന്ന് പറയുന്ന ഞങ്ങളുടെ ഷാമിന് അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ, ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഷാം എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഫലസ്തീൻ മണ്ണിന്റെ ബർക്കത്തിന് വേണ്ടി, ആ നാടിന്റെ ബർക്കത്തിന് വേണ്ടി, അതുപോലെ ആ ഷാമിന്റെ ഭൂപ്രദേശത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ ആയത്തുണ്ടല്ലോ, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഈസാ നബി ലോകാവസാനത്തിന്റെ അടയാളമാണ്. അത് ഈ പറഞ്ഞ ജൂതന്മാർ വിശ്വസിക്കുന്ന, ക്രൈസ്തവർ വിശ്വസിക്കുന്നത് പോലെയല്ല. അത് അവർ പ്രതീക്ഷിക്കുന്നതും അവരെ സംരക്ഷിക്കാൻ വരുന്നതും ഈസാ നബിയല്ല. നേരെ മറിച്ച് അവരെ സംരക്ഷിക്കാനും അവരുടെ ആളായും കടന്നു വരുന്നത് ദജ്ജാലായിരിക്കും. ലോകത്തുള്ള സർവ്വവിശ്വാസികളും അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്ന ദജ്ജാലാണ് കടന്നു വരിക. ആ ദജ്ജാൽ എങ്ങനെയാ കടന്നു വരുന്നത്? ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു സമ്പന്നരായ ഒരാള് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, ഞാനിപ്പോൾ അത്തഹിയ്യാത്ത് ഓതുമ്പോ ദജ്ജാൽ എന്നേ പറയൂ, മസീഹു ദജ്ജാൽ എന്ന് ഞാൻ പറയാറില്ല. കാര്യം മസീഹ് എന്ന് പറഞ്ഞാൽ ഈസാ നബി അല്ലേ, യേശുവല്ലേ, അതുകൊണ്ട് ഈസാ നബിയുടെ ഫിത്നയിൽ നിന്ന് കാവലിന് ചോദിക്കുന്നു എന്ന് വരുന്നത് കൊണ്ട് ഞാൻ മസീഹ് ഒഴിവാക്കി വമിൻ ഫിത്നത്തി ദജ്ജാൽ എന്നേ പറയുന്നുള്ളൂ. എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ വെറും ദജ്ജാൽ എന്നല്ല പറഞ്ഞത്, മസീഹു ദജ്ജാൽ എന്നാണ്. എന്താ മസീഹു ദജ്ജാൽ എന്ന് പറഞ്ഞാൽ? ഞാൻ യേശുവാണെന്ന്, ഈസാ നബിയാണെന്ന് വാദിക്കുന്ന പെരുങ്കള്ളൻ. ഞാൻ യേശുവാണെന്ന് വാദിക്കുന്ന പെരുങ്കള്ളൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ മസീഹാണ്, മിശിഹയാണ്, ഞാൻ യേശുവാണെന്ന് വാദിച്ചുകൊണ്ട് ജൂതന്മാരുടെ നേതാവായി, അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികളുടെ നേതാവായി, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നേതാവായി അതേ ദജ്ജാൽ ഇറങ്ങി വരും. അത് 1400 മുമ്പ് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രത്യേകം പറയാണ്, ഓരോ നിസ്കാരത്തിലും അത്തഹിയ്യാത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു കൊള്ളണം, വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഞാൻ യേശുവാണെന്ന് വാദിച്ച് കടന്നു വരുന്ന, ഞാൻ ജീസസ് ആണെന്ന് വാദിച്ച് കടന്നു വരുന്ന, ഞാൻ മിശിഹാണെന്ന് വാദിച്ച് കടന്നു വരുന്ന, ലോകത്ത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്ന് പറയണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കൊണ്ട് ജീസസ് 1000 കൊല്ലം ഭരിക്കാൻ ഇവിടെ കടന്നു വരുമെന്ന് അവർ വാദിക്കുന്നുവെങ്കിൽ, അതിനുവേണ്ടി പാവപ്പെട്ട മക്കളെ അവർ കൊന്നൊടുക്കുന്നുവെങ്കിൽ, അവരുടെ പ്രതീക്ഷയായി കടന്നു വരുന്നത്, അവർക്ക് ആശ്വാസമായി കടന്നു വരുന്നത് അതെ ഒരിക്കലും ഈസാ നബിയല്ല, നേരെ മറിച്ച് അത് ദജ്ജാലായിരിക്കും. പക്ഷേ ആ ദജ്ജാൽ വരുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ വാചകത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായിക്കൊണ്ട് ഇദ് ബഅസല്ലാഹുൽ മസീഹ ഇബ്ന മർയമ ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള, അന്ന് ദമസ്കസ് ഒരു തലസ്ഥാനമായി റസൂല് പറയുന്ന കാലഘട്ടത്തിൽ ഇല്ല കേട്ടോ. മാത്രമല്ല അന്ന് ലോകത്തൊരു പള്ളിക്കും മിനാരമില്ല കേട്ടോ. റസൂലുള്ളാഹിന്റെ കാലത്തൊരു പള്ളിക്കും മിനാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മിനാരമുള്ള പള്ളികളും ഇല്ല. പക്ഷേ റസൂല് പറയുന്നത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ലോകവൻ ശക്തികളായി മാറിയതിനു ശേഷം അന്ന് ജീവിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ചായതുകൊണ്ട്
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ ഈസാ നബി ഇറങ്ങുന്നത് ഫയൻസിലു ഇൻദ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമശ്ക്, ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്റെ സമീപത്ത് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ബൈന മഹറൂദതൈനി വാദിയൻ കഫൈഹി അലാ അജ്നിഹത്തി മലക്കൈനി, രണ്ട് മലക്കിന്റെ ചിറകിൽ കൈവച്ചുകൊണ്ട് വാനലോകത്ത് നിന്ന് മഹാനായ ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഇദാ തറസഹു ഖതറ വഇദാ റഫഉ തഹദ്ദറ മിൻഹു ജുമാനുൻ കല്ലുഉലുഇ, അതെ, അദ്ദേഹത്തിന്റെ തലമുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അതാണ് ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞത്, ഇന്നക ലമിനൽ മുർസലീൻ. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന സർവ്വവിശ്വാസികൾക്ക് ഉറക്കെ പറയാൻ ഞങ്ങൾ കാണുകയാണ്, ഇന്നക ലമിനൽ മുർസലീൻ. ഓ മുഹമ്മദ് നബിയെ, താങ്കൾ മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ 1948 മാത്രമാണ് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിറന്നത്. 1948 മാത്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പിറന്നതെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവർ രാജ്യമായി രാഷ്ട്രമായി കടന്നു വന്ന് മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യും. മുസ്ലിങ്ങളും ജൂതനും യുദ്ധം ചെയ്യും. ആ കാലഘട്ടം വരുമ്പോ ഓരോ കല്ലിന്റെയും അതുപോലെ തന്നെ മരത്തിന്റെയും പുറകിൽ ജൂതൻ ഒളിച്ചിരിക്കും. എന്നിട്ട് പറയും, എന്താ പറയാ ആ കല്ലും മരവും വിളിച്ചു പറയുന്നത് എന്താണ്? യാ അബ്ദല്ലാഹ് യാ മുസ്ലിം ഖൽഫി യഹൂദി താൽ ഫഖ്തുൽഹു. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ജൂതന്റെ ക്രൂരത അന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ക്രിസ്ത്യാനികൾ അംഗീകരിക്കാതെ ചവിട്ടി ഞെരിച്ചിരുന്ന ജൂതന്മാർ ലോകത്തൊരു വൻശക്തികളായി വന്ന് മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്ത് അതിനു മുമ്പ് തന്നെ ലോകത്ത് ഏറ്റവും വലിയ വൃത്തികെട്ട ഇടപെടലുകൾ നടത്തി മനുഷ്യരെ ക്രൂരമായി കൊന്നൊടുക്കി ലോകത്തെ ഏറ്റവും പിശാചുക്കളായി മാറുമ്പോ കല്ലുകളും മരങ്ങളും പോലും ജൂതനെതിരായിട്ട് വിളിച്ചു പറയുമത്രേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസ, താൽ വരൂ, ഖൽഫി യഹൂദി, എന്റെ പുറകിൽ ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, ഫഖ്തുൽഹു, അവരെ കൊന്നിട്ട് പോ. ഇല്ലൽ ഖർഖദ്, ജൂതന്റെ മരമായ ഖർഖദ് ഒഴികെയുള്ള സർവ്വ മരങ്ങളും അത് വിളിച്ചു പറയുമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നമ്മളത് കാണുകയാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയും മിഡിൽ ഈസ്റ്റിൽ നൂറുകണക്കിന് മനുഷ്യർ ജീവിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഖത്തറോ UAE അല്ലെങ്കിൽ സൗദി അറേബ്യയോ ഈ പറയുന്ന ഒരു ആക്രമണത്തിലേക്കും ആരെയും ആക്രമിക്കാൻ ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ ജൂതനായതിന്റെ പേരിൽ ആക്രമിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ രാജ്യങ്ങളിലേക്ക് പോലും കടന്നു വന്നുകൊണ്ട് ക്രൂരമായ ഇടപെടൽ നടത്തി ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായി ഇത്തരം രാഷ്ട്രങ്ങൾ മാറുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അവിടെ വെളിവാകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ ഈമാനുള്ളവരാകാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്നവരാകാൻ പണിയെടുക്കണേ, പരിശ്രമിക്കണേ എന്നാണ് നെഞ്ചിൽ തട്ടി ഈ സന്ദർഭത്തിൽ എൻ്റെ സുഹൃത്തുക്കളോട്, ഈ ഖുത്ബയിൽ പങ്കെടുക്കുന്ന ജുമയിൽ പങ്കെടുക്കുന്ന വിശ്വാസമൂഹത്തോട് ആവശ്യപ്പെടുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയിൽ അല്ലാഹു നമ്മെ നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഉമ്മത്ത് മുഹമ്മദായി അഭിമാനത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്, തഖ്വ ഏറ്റവും ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. കൂടുതൽ അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ പരിപാലിക്കുകയും അതുപോലെ തന്നെ സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ വലിയാകാൻ, റബ്ബിൻ്റെ മിത്രങ്ങളാകാൻ പണിയെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷന് വിധേയമാകുന്ന ഒരു സഹോദരൻ, കിഡ്നി മാറ്റിവെക്കുന്ന ഒരു ചെറിയ കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയമാകുന്ന ചില സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ചെറിയ മക്കൾ പോലും, 7 വയസ്സൊക്കെ പ്രായമുള്ള ചെറിയ മക്കൾ പോലും പലവിധ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ദുആ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ജുമയുടെ നേരത്ത് വന്നിരിക്കാൻ തൗഫീഖ് കിട്ടിയവർ എന്നതുകൊണ്ട് മാത്രമാണ് നമ്മോട് ദുആ ചെയ്യാൻ അവർ പറയുന്നത്. നമ്മൾ വലിയ ആളുകളൊന്നുമല്ല, നമ്മൾ വലിയ മഹത്തുക്കളൊന്നുമല്ല, പക്ഷേ നമ്മൾ ഈ പള്ളിയിലിരിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ മനുഷ്യരാണെന്നതുകൊണ്ട് ഈ ജുമയുടെ നേരത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ തൗഫീഖ് കിട്ടിയവരാണ് എന്നുള്ളത് കൊണ്ട് നമ്മളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല
ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത, രോഗം കൊണ്ട് വലയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ കാമിലായ താമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായ ആരോഗ്യത്തോടെ ദീനിന്റെ ധ്വജവാഹകരായി കടന്നു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഏതെങ്കിലും മാനസികമായോ ശാരീരികമായോ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, നിന്നെ നമിക്കുന്ന പടച്ചവനെ, നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന അല്ലാഹുവേ, നിന്റെ വിനീതരായ ദാസന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീൻ കൂടുതൽ ശക്തിയോടെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകളെ നീ കഴുകി വൃത്തിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ത്വയ്യിബായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, തൗബ ചെയ്ത് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഫലസ്തീന്റെ മണ്ണിൽ നീറുന്ന ജീവിതം നയിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അല്ലാഹുവേ, അവർക്ക് ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ശക്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനിൽ സുബൂത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാം തകർന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന തൗഹീദിന്റെ ആ ഉറച്ച ശബ്ദം നെഞ്ചറിഞ്ഞ് പ്രഖ്യാപിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയവരെ നീ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, നീ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, നീ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വവിശ്വാസികളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഈമാനിന്റെ കരുത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.